ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും വീണ്ടും മത്സരിക്കട്ടെ എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ജില്ലാ ഘടകം തീരുമാനം അറിയിച്ചു. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മഹേഷ്, ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇനി സംശയിക്കാനൊന്നുമില്ല എന്ന് സ്ഥിരീകരിക്കാമോ? മൂന്നാം ടൈമിലേക്കാണ് ഇവരുടെ മത്സരം കിടക്കുന്നത്. കാലയളവ് നോക്കിയാൽ ജനീഷ് കുമാറിന് അങ്ങനെ 2 ടൈം പൂർത്തിയാവുന്ന കാലയളവായിട്ടില്ല എങ്കിൽ കൂടി ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇനി മറ്റൊരാലോചനയിലേക്ക് പോകേണ്ടതില്ല എന്നാണോ? അങ്ങനെ മറ്റൊരു ആലോചനയ്ക്ക് സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ സ്ഥാനത്തിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി യോഗം ചേർന്നത്. ആ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം, അതായിരുന്നു അജണ്ട. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 2 മണ്ഡലത്തിലാണ്, പത്തനംതിട്ട ജില്ലയിലാകെ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആദ്യം 2 മണ്ഡലങ്ങളിലാണ് CPIM മത്സരിക്കുന്നത്. അതിൽ ഒന്ന് KU ജനീഷ് കുമാർ MLA ആണ്. ജനീഷ് കുമാർ 2 ടൈം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. കാരണം ജനീഷ് കുമാർ ഈ പൂർണ്ണ സമയമായിട്ട് 2 തവണ പൂർത്തിയാക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റൊരു ചിന്തയുടെ ആവശ്യം വന്നില്ല. അവിടെ KU ജനീഷ് കുമാർ തന്നെ മത്സരിക്കും. ഇപ്പോൾ 3ാം ടൈമിലേക്കാണ് മത്സരിക്കാൻ പോകുന്നത് ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ്. വീണ ജോർജിന്റെ പേരിൽ പകരം മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരാണ് വന്നിട്ടില്ല. വീണ ജോർജിനെ മത്സരിക്കുന്നതായിരിക്കും ഉചിതമെന്ന വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈമാറിയ ലിസ്റ്റിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർഷൻ, മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വീണ ജോർജ് തന്നെയായിരിക്കും ആറന്മുളയിലെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വം.